പ്രിയ മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖൈറിലും ബർക്കത്തിലും ഞാമത്തിലും ആക്കി തരട്ടെ. സഹോദരന്മാരെ, നാം എല്ലാം അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്ന മോമിനിങ്ങളാണ്. നമുക്ക് അള്ളാഹു ജല്ല ജലാലു അവരുടെ ഖുർആനുൽ കരീമിൽ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, എത്ര കാലം നമ്മൾ പറഞ്ഞത് ഖുർആനുകളുടെ കുറേ ആയത്തുകളും ഹദീസുകളെല്ലാം വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അള്ളാഹു അതെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്കെന്നും ഭയപ്പെടാനില്ല. നാം അള്ളാഹുവിൻ്റെ ദീനിലാണ് ഉള്ളത്. ഹക്കായ ദീനിൽ ഇസ്ലാമിലാണ് അടിയുറച്ച് നിൽക്കുന്നത്. ഖുർആൻ്റെ മാഇദ സൂറത്ത് 105 ആയത്തിൽ കാണാം, മുസ്ലിങ്ങൾ യാതൊരു ഭയപ്പാടും വേണ്ട. വിശ്വാസികളായ ആളുകൾ തന്നെ പിഴച്ച പല രൂപത്തിലും പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെ പറ്റിയിട്ട് അവർക്കെല്ലാം നാളെ ആഖിറത്തിൽ വരുമ്പോൾ അല്ലാഹു തആല അവരോട് ചോദിക്കും, വ്യക്തമായി ചോദിക്കും. അവർ ചെയ്ത അമലുകളും എല്ലാവരോടും ചോദിക്കും, നമ്മളോടും ചോദിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലും ന്യൂനതകളോ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കും. അതെല്ലാം അള്ളാഹുവിൻ്റെ അധികാരമാണ്. സഹോദരന്മാരെ, നമ്മുടെ ഇടയിൽ നമ്മുടെ ഔറത്തുകൾ ശരിയായി മറക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ഭാഗങ്ങളും മാന്യമായി വസ്ത്രം ധരിക്കുന്നവരാണ് എങ്കിലും നമ്മുടെ ഔറത്തിനെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം കണ്ട നരകം കാണിക്കപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് സ്വർഗവും കാണിക്കപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഔറത്ത് മറക്കാത്ത സ്ത്രീകളെ കെട്ടിത്തൂക്കിയതായിട്ടൊക്കെ കാണാമെന്ന ഹദീസിലൊക്കെ ഉണ്ട്. പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയുകയാണ്. നമ്മുടെ ഔറത്തുകൾ വെളിവാക്കുക. അതെന്തായാലും നമ്മുടെ ഔറത്തുകൾ വെളിവാക്കുന്നത് നാം കുളിക്കുന്ന സമയത്ത് പോലാണെങ്കിലും രഹസ്യമായും പരസ്യമായും അത് വെളിവാക്കാൻ, പുറത്ത് കാണിക്കുക, വെളിവാക്കുക എല്ലാം ഭയങ്കര തെറ്റാണ്. അത് നമ്മുടെ ദീനിന് നിരക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്നവരെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്ക് ഔറത്ത് മറക്കേണ്ടതുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ഔറത്ത് അത്ര അവരെ മുട്ടുപൊക്കിൻ്റെ ഇടയിൽ, അഥവാ മുട്ടും പൊക്കിളും മറഞ്ഞ നിലക്കാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ച് അവർ ശരീരം മുഴുവനും ഔറത്താണല്ലോ. നമുക്ക് അവരുടെ മുടി, മുഖം അതെല്ലാം പുറത്ത് കാണലൊക്കെ ഹറാമായ കാര്യങ്ങളാണ്. അതിൽ ഖുർആനിൽ ഹിജാബ് എന്ന് പറഞ്ഞ ഒരു ആയത്ത് തന്നെ ഉണ്ട്. നാം ഈ പറയുന്നത് മുസ്ലിങ്ങളോടാണ്, മോമിനീങ്ങളോടാണ്, ഇസ്ലാം വിശ്വസിക്കുന്നവരാണ്. ഇതിനെ എതിർക്കുന്നവരൊക്കെ ഉണ്ട്. അത് ഖുർആനിൽ തന്നെ ഞാൻ പറഞ്ഞ ആയത്തുണ്ടല്ലോ, മാഇദ സൂറത്തിൽ 105 ആയത്ത്, അതിൽ തന്നെ പറയുന്നുണ്ട്, സത്യവിശ്വാസികൾ പൂർണ്ണമായി അവരെ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഒരു ഭയപ്പാടും വേണ്ട, ഒരു വിഷമം. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നൊക്കെ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റി അവർ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ഒന്നും വേണ്ട. നമ്മെ സംബന്ധിച്ചോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഭർത്താവിൻ്റെ മുന്നിലാണ് അവളുടെ ഔറത്ത് വെളിവാക്കേണ്ടത്. പുറത്താണെങ്കിൽ വേറെ ഉള്ളവരടുത്ത് അവരുടെ ശരീരം മുഴുവനും ഔറത്താണ്. മുടി പോലും, സഹോദരന്മാരെ, അവരുടെ മുടി പോലും ഔറത്താണ്. അതുപോലും പുറത്ത് കാണിക്കാൻ പാടില്ല. നാം ഇന്ന് കാണുന്നത് ഒരുപാട്, നാം എല്ലാവരും കുറ്റം പറയുന്നതല്ല, നമുക്ക് അതിനുള്ള അവകാശവും അർഹതയും ഒന്നുമില്ല. അള്ളാഹു ദീനിൽ നമ്മുടെ ബാധ്യത ഖുർആൻ ഹദീസ് പറയുകയാണല്ലോ. ഞാൻ ഖുർആനിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിമായി മുഅ്മിൻ അള്ളാഹുവിലും അന്ത്യനാളിലും
അവസാനായ ബന്ധ ഹബീബ് ഷഫീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവസാന പ്രവാചകൻ. ഇനിയൊരു പ്രവാചകനും വരാനില്ലല്ലോ. ആ ഹബീബ് തങ്ങൾ പറഞ്ഞതിലും ആ വിശുദ്ധ ഖുർആൻ അതിൽ വിശ്വസിക്കുന്നവരുമായ നാളെ അന്ത്യദിനത്തിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരുമായ മുഅ്മിനീങ്ങളോടാണ് ഖുർആന് അവരോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട്. എങ്കിലും എടുത്തു പറയുന്നത് നമ്മൾ ഈ ഇസ്ലാം വിശ്വസിച്ച ഇസ്ലാം സ്വീകരിച്ച അവരോട് അതിനെപ്പറ്റി വ്യക്തമായി ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഔറത്തുകൾ മറക്കണം, ഈ അവരുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാൻ പാടില്ല, അങ്ങനൊക്കെ പറയുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഔറത്ത് നാം വെളിവാക്കുന്നതിൽ നമുക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ, ഒരുപാട് മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടേണ്ട മലക്കുകൾ നമുക്കെതിരായി പ്രാർത്ഥിക്കുകയും നമുക്ക് ശാപം വെക്കുകയും ശാപപ്രാർത്ഥന മലക്ക് അല്ലാഹുവലം അങ്ങനത്തെ ഓരോ പ്രാർത്ഥനകളൊക്കെ മലക്കുകൾ ചെയ്യും. നമുക്ക് എതിരായിട്ട് ദോഷികളായ മലക്കുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാം ഒക്കെ എന്തിനാണ് ഈ ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്? സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് നമ്മുടെ മുടിയോ വേറെ ശരീരഭാഗങ്ങളോ വേറൊരാളുടെ മുന്നിൽ കാണിക്കാതെ നാം ഔറത്ത് മറക്കുക. നമ്മുടെ ഔറത്തിനെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ ആരും തന്നെ ഇതേപോലെ കാണിക്കുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഇല്ല. ഒരുപാട് പണ്ഡിതന്മാർ, ആരിഫീങ്ങൾ, നല്ല നല്ല ആലിമീങ്ങൾ, വലിയ ആലിമീങ്ങൾ എത്രയോ പ്രഭാഷണങ്ങളിൽ വയലുകളിൽ ഇതൊക്കെ എത്രയോ തവണ പറഞ്ഞതുണ്ട്. കാരണം അവർക്ക് ഇത് പറയുന്നത് കൊണ്ട് അവർ ഒരു നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ പറയുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞത് വേറുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് അവരുടെ ബാധ്യത അവർ നിറവേറ്റുകയാണ്. അവർ പഠിച്ചത് അവർ കണ്ടത് വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതോടുകൂടി അവരെ ബാധ്യത തീർന്നു. ഇനി അവർ നാവും അവരും എല്ലാം നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മാഷ്റ ആ വൻസഭയിൽ ചേരുമ്പോൾ ആ പണ്ഡിതന്മാരെയും നമ്മളെയും മുന്നിൽ നിർത്തി ചോദിക്കും, ഈ പണ്ഡിതന്മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ സ്വീകരിച്ചില്ല, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അവരുടെ ബാധ്യതയാണ് അവരിവിടെ നിറവേറ്റുന്നത്. ആ പണ്ഡിതന്മാരും മഹത്തുക്കളും ആലിമീങ്ങളും എത്രയോ ഇമാമിങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലൊക്കെ. അതോടുകൂടി അവരുടെ ബാധ്യത തീർന്നു. ഈ കേട്ട നമ്മളാണ് ഇതുപോലെ കേട്ടിട്ട് പോലും നമ്മൾ ഇതുപോലെ ചെയ്തില്ലല്ലോ, അതിൻ്റെയും ശിക്ഷ നമ്മളാണ്, ഡബിൾ ശിക്ഷ ഇടിച്ച് നമ്മൾ വാങ്ങാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ഒരാളും തന്നെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹത്തുക്കൾ പറയുന്ന വാക്കുകൾ അനുസരിച്ച് അവരാണല്ലോ നമുക്ക് ഏറ്റവും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് ഖുർആനിലൊരു പാടുണ്ട്. നബിയെ, അങ്ങക്ക് ഈ ലോകത്തിന് അനുഗ്രഹീതമല്ലാതെ റഹ്മത്തായിട്ടല്ലാതെ ഞാൻ ഇറക്കിയിട്ടില്ല. ആ നബിൻ്റെ റഹ്മത്ത്, ആ നബി എന്തെല്ലാം പഠിപ്പിച്ചോ അതാണ് ഇന്നിവിടെ ആലിമീങ്ങളും പണ്ഡിതന്മാരും മഹത്തുക്കളും നമുക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. നാം അതിനെ ചെവിക്കൊള്ളാതെ ഉൾക്കൊള്ളാതെ നടക്കുകയാണെങ്കിൽ നാളെ അവൻ്റെ മാശറ വൻസഭയിൽ നമ്മളെല്ലാവരും തെറ്റുകാരാവും. ഈ പറയുന്ന നാനടക്കം എല്ലാവരും മുസ്ലിമായി ജീവിക്കുന്ന, മൂമിനായി മരിക്കാൻ തൗഫീക്ക് ഭാഗ്യം ലഭിക്കുക എന്നാണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്. അല്ലാതെ മുസ്ലിമായി ജനിച്ച് കാഫിറായിട്ടോ വേറൊരു രൂപത്തിൽ മുനാഫിക്കായിട്ടോ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് അള്ളാഹു തരാതിരിക്കട്ടെ. നമ്മളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു നല്ല നിലയിൽ ഇസ്സത്തോടെ ബർക്കത്തോടെ അവൻ്റെ ദീനിലായി ജീവിക്കാൻ, അവൻ്റെ ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമ്മേവർക്കും നൽകുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ, നമ്മുടെ ഔറത്ത് നാം മറക്കേണ്ടതുണ്ട്. എന്തിനധികം പറയുന്നു, ഒരു മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ പോലും മറയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ, കിബില എത്രയോ ദൂരെയാണ് എങ്കിലും നമ്മൾ ആ കിബിലനെ ബഹുമാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, മറയില്ലാത്ത സ്ഥലത്ത്
നിങ്ങൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയും. എത്ര മഹത്തമാണ് ആ കിബില, എത്രയോ ബർക്കത്തുള്ള ഒരു സ്ഥലമാണ് ആ കിബില. അതുകൊണ്ട് ആ കിബിലയെ എത്രയോ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഔറത്തിനെ കിബിലക്ക് പോലും തിരിക്കരുത്. ആ കിബിലയോടെ തിരിക്കുന്നത് മഹാപാവമാണ്, തെറ്റാണ്. അതെല്ലാം കഠിനമായ ശിക്ഷകളുണ്ട്, അദാബുകളുണ്ട്. ഏതായാലും സഹോദരന്മാരെ, നാം നല്ല നിലയിൽ നമ്മുടെ ഔറത്തുകളെ മറക്കുക. ഒരു മുടി കാണാതെ, ഒരു ശരീരഭാഗങ്ങൾ കാണാതെ. എൻ്റെ സഹോദരിമാർ, എൻ്റെ ഉമ്മമാർ, പെങ്ങന്മാർ എല്ലാവരും ചെയ്യാറുണ്ട്. എങ്കിലും അതിനൊന്ന് ചെയ്യുന്നവർ ഇനി മുതൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് നല്ല രീതിയിൽ ഞാനിനി ഒരിക്കലും എൻ്റെ മുടിയെ പുറത്ത് കാണിക്കുകയില്ല, എൻ്റെ ശരീരഭാഗം നാം പുറത്ത് കാണിക്കുകയില്ല, നാം അതെല്ലാം ഒരു മറവെക്കും. അതിനല്ല ഒരു തടവ് ശ്രദ്ധിക്കും. ഖുർആൻ പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുമെന്ന ഒരു പ്രതിജ്ഞ നാം എല്ലാവരും എടുക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. നമ്മുടെ പിശാചി പല രൂപത്തിലാണല്ലോ. മനസ്സിനെ എങ്ങനെയൊക്കെയോ പിശാചികൾ കൊണ്ടുപോകുന്നു. അള്ളാഹു പിശാചിൻ്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പണ്ഡിതന്മാരുടെയും മഹത്തുക്കളെയും ആലിമീങ്ങളെയും പിന്തുടർന്ന് അവരെ വാക്ക് കേട്ട് അവർ പറയുന്നത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പണ്ഡിതന്മാരെ എത്രയോ ആളുകൾ ചീത്ത പറയുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അതെല്ലാം നമ്മളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്, നമ്മുടെ ആളുകൾ തന്നെയാണ്. പക്ഷേ അതിനെല്ലാം വ്യക്തമായ ശിക്ഷ, അദാബ് അവർക്ക് നാളെ ആഖിറത്തിൽ നൽകപ്പെടും. ഇവിടെയുള്ള പണ്ഡിതന്മാരെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും. അവർ ഇനി പറയുന്നതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അവർ പൊരുത്തപ്പെട്ട് അവർ മാഫാക്കി കൊടുത്തു എങ്കിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അള്ളാഹു വെറുതെ വിടുമോ? അള്ളാഹു നീതിമാനല്ലേ. തെറ്റ് ചെയ്തവനക്ക് എന്തായാലും ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ നീതി നടപ്പാക്കുകയല്ലേ. അള്ളാഹു അതേ തരം ബുദ്ധിമുട്ടിൽ നിന്ന്, ലറൂറത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ നാം എല്ലാവരും ഔറത്തിനെ മറക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. നമ്മുടെ ഔറത്ത് മറയില്ലാത്ത സ്ഥലത്ത് കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ നാം ഇരിക്കരുത്. അത് വല്ലാത്ത തെറ്റാണ്, ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് നാം അതെല്ലാം വളരെ സൂക്ഷിക്കണം, സൂക്ഷ്മത പാലിക്കണമെന്ന ഒരു പ്രഖ്യാപനം എൻ്റെതല്ല, ഖുർആനാണ്. ഖുർആൻ്റെ പ്രഖ്യാപനം നാം ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന ഒരു അറിയിപ്പ് മാത്രം നാം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ എല്ലാം എന്തായാലും എന്ത് ജീവിതമായാലും എങ്ങനെയായാലും എന്ന് ജീവിക്കുന്ന പല ആളുകളുണ്ട്. അവരെല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും നല്ല വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാവട്ടെ. പരിഹസിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അള്ളാഹു നല്ല മാർഗം, നല്ല വഴി, നല്ല ഒരു വഴി, നല്ല ഈമാൻ്റെ വഴി അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. അവർക്ക് ഇൽമിനെ പഠിക്കാനും ഇൽമു പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ദുആ ചെയ്യണമെന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.